ഗുഡ് മോർണിംഗ്. സ്റ്റോക്ക് ബ്രോ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽസ് 50,951 എന്നുള്ളൊരു ലിക്വിഡിറ്റി ലെവലാണ് ഡൗൺ സൈഡിൽ. അത് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അപ്പ് സൈഡിലേക്ക് ട്രേഡ് നോക്കാം. ഇന്ന് ക്രിയേറ്റ് ചെയ്തൊരു ലെവലാണ് ഇന്ന് മാർക്കറ്റ് കുറച്ച് താഴെ ഓപ്പൺ ആയപ്പോൾ 51,388 മുകളിലേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ട്രേഡ് താഴേക്ക് നോക്കാം. അല്ലെങ്കിൽ 51,571 ഈ ഒരു റേഞ്ചിൻ്റെ മുകളിലേക്കാണ് മാർക്കറ്റ് ആദ്യം പോകുന്നതെങ്കിൽ നമുക്ക് താഴേക്ക് നോക്കാം ട്രേഡ്. അതാണ് ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലുള്ള ലിക്വിഡിറ്റി ഏരിയാസ് ആയിട്ട് ഞാൻ കാണുന്നത്. ഈ ഏരിയകളിൽ എത്തുമ്പോൾ മാത്രമേ ട്രേഡ് പ്ലാൻ ചെയ്യുള്ളൂ. അപ്പോൾ ഇപ്പോൾ തൽക്കാലം മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് 9:23 മാർക്കറ്റ് ലിക്വിഡിറ്റി ഏരിയൻ്റെ താഴെയാണ്. ഡൗൺ സൈഡും ടാപ്പ് ചെയ്തിട്ടില്ല, അപ്പ് സൈഡും ടാപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ഇപ്പോൾ ട്രേഡ് ഇല്ല. അതുപോലെ തന്നെ നിഫ്റ്റിയിലും സെയിം. നിഫ്റ്റിയിലും 23,841, അതുപോലെ 23,993, മീൻസ് 24,000 റേഞ്ച്. അതിൻ്റെ മുകളിലേക്ക് പോകുകയാണെങ്കിൽ ഞാൻ താഴേക്ക് ഒരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി നോക്കും. ഇനി ഇല്ല മാർക്കറ്റ് 23,647 താഴേക്കാണ് മാർക്കറ്റ് വരുന്നതെങ്കിൽ അപ്പ് സൈഡിലേക്കും ഞാൻ ട്രേഡ് നോക്കും. ഇപ്പോൾ മാർക്കറ്റ് രണ്ടിൻ്റെയും ഈ ഒരു ലിക്വിഡിറ്റി ടാപ്പ് ചെയ്യാതെ നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് അവസരം വരട്ടെ. അവസരം വരികയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സമയം 11:03 നമുക്ക് അപ്പ് സൈഡ് നമ്മൾ മാർക്ക് ചെയ്ത ലിക്വിഡിറ്റി ഏരിയ കറക്റ്റ് ടാപ്പ് ചെയ്ത് നല്ല മൂവ്മെൻറ്റ് തന്നു. പക്ഷേ എന്താ ചെയ്യാൻ എനിക്ക് എൻട്രി ഒന്നും കിട്ടിയിട്ടില്ല. മീൻസ് താഴേക്ക് അവിടെ ടാപ്പ് ചെയ്ത് നമ്മുടെ ലിക്വിഡിറ്റി എന്ന് പറഞ്ഞ ഏരിയ മാർക്ക് ചെയ്ത ഏരിയ തൊട്ട് ഇങ്ങോട്ട് പറന്ന് വന്നതാണ് താഴേക്ക്. അത്രയും ഫാസ്റ്റായിട്ട് വന്നു. ഇന്ന് ക്രിയേറ്റ് ചെയ്തൊരു ലിക്വിഡിറ്റി ഏരിയയാണ് അവിടെ. ഇന്ന് മാർക്കറ്റ് ഡൗൺ ആയിട്ട് ഓപ്പൺ ആയപ്പോൾ ക്രിയേറ്റ് ചെയ്ത ലിക്വിഡിറ്റി ഏരിയ അവിടെ നിന്ന് താഴേക്ക് വന്ന് ഇപ്പോൾ നമുക്ക് ഇന്ന് ക്രിയേറ്റ് ചെയ്തൊരു അപ്സൈഡ് ഏരിയയിലേക്കാണ് ഇപ്പോൾ മാർക്കറ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതുവരെ പുട്ട് ഓപ്ഷൻ നോക്കിയിരുന്നായിരുന്നു. ഇതുവരെ ട്രേഡൊന്നും കിട്ടാത്തതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല. ഇനി നമുക്ക് കോൾ ഓപ്ഷൻ്റെ ഓപ്പർച്യൂണിറ്റി ഉള്ളത്. മാർക്കറ്റ് ഒരു ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്തിട്ട് ഡയറക്റ്റ് അഗ്രസീവായിട്ട് ട്രേഡ് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ മാർക്കറ്റിൽ എൻട്രി ഉണ്ട്. ഇപ്പോൾ തന്നെ മാർക്കറ്റിൽ എൻട്രി ഉണ്ട്. 23,800 കോൾ ഓപ്ഷനാണ് നോക്കാം. 324 അപ്പോൾ അതിൻ്റെ പ്രീമിയം. നിഫ്റ്റി 23,750 നോക്കാം. നമുക്ക് 700 അല്ല 750 നോക്കാം. കാരണം ഇപ്പം ഈ നിഫ്റ്റി 23,770 പ്രൈസ് 154 ആയിട്ടുണ്ട്. 150 റേഞ്ചിലൊക്കെ എത്തിയിട്ടുണ്ട്. നമുക്കിപ്പോൾ എൻട്രി വന്നിട്ടുണ്ട്. കുറച്ച് അഗ്രസീവായിട്ടുള്ളൊരു എൻട്രി വന്നിട്ടുണ്ട്. പക്ഷേ ഞാനൊരു കൺഫർമേഷനൊക്കെ എടുത്തിട്ട് നോക്കാം. എന്നിട്ട് ട്രേഡ് എടുക്കാനാണ് പ്ലാന്. കാരണം നമുക്ക് അപ്പ് സൈഡ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്ത് താഴെ വന്നല്ലോ. ആ എൻട്രി കിട്ടിയിട്ടില്ല. എന്നിട്ട് മുകളിലേക്ക് പോകാനുള്ള എൻട്രി ഓപ്പർച്യൂണിറ്റി ആയിട്ടുണ്ട്. പക്ഷേ ഒന്നുകൂടി കൺഫേം ചെയ്തിട്ട് ഒന്നുകൂടി കുറച്ചൊന്ന് മാർക്കറ്റ് താഴെ വരാണ് നമുക്ക് അപ്പ് സൈഡിലേക്ക് എടുക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ എൻട്രി ഉണ്ട്. പ്രോപ്പർ എൻട്രി സെറ്റ് പ്രകാരം ഇപ്പോൾ എൻട്രി ഉണ്ട്. പക്ഷേ ഒരു അഗ്രസീവായിട്ട് എടുക്കുമ്പോൾ ചിലപ്പോൾ അവിടുന്ന് മാർക്കറ്റ് വീണ്ടും ഒന്ന് താഴേക്ക് കൂടി വന്നാൽ നമ്മളെ പ്രീമിയം പിന്നീട് ഡൗൺ ആകും. അപ്പോൾ 150 കേട്ടോ പ്രീമിയം. 150 താഴേക്ക് വരുന്നുണ്ട്. ഒരു 1 മിനിറ്റിൽ എന്തെങ്കിലും ഒരു പ്രൈസ് ആക്ഷൻ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എൻട്രി നോക്കാം. സമയം 11:19 പക്ഷേ നമുക്ക് എന്താ പറയുക, പ്രോപ്പറായിട്ടൊരു എൻട്രി പിന്നെ തന്നില്ല. 155, 160 എത്തി പ്രീമിയം. 152 റേഞ്ചിൽ കൊടുക്കാം. ഞാൻ അങ്ങോട്ട് വരികയാണെങ്കിൽ നമുക്ക് എൻട്രി എടുക്കാം. കുറച്ചും കൂടി താഴെ വരികയാണെങ്കിൽ എൻട്രി പ്ലാൻ ചെയ്യാം. ഇത് ഫ്യൂച്ചർ ചാർട്ട് കേട്ടോ, ഫ്യൂച്ചർ ചാർട്ടാണ്. സ്പോട്ട് ചാർട്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ഒരു എൻട്രി വന്നിട്ടുണ്ട് അതിൽ, അഗ്രസീവായിട്ടില്ല. പക്ഷേ നമ്മൾ എടുത്തിട്ടില്ല. ഞാൻ ഒന്നും കൂടെ 1 മിനിറ്റിലൊരു ലിക്വിഡിറ്റി ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നോക്കാമെന്ന് വിചാരിച്ചു. വെയിറ്റ് ചെയ്യാം. അവിടെ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എൻട്രി എടുക്കാം. നോക്കാം, ചാൻസ് വരട്ടെ. കുറച്ചൊന്ന് താഴെ വരണം. ഒരു 152 പ്രീമിയം എത്തട്ടെ. നമുക്ക് നേരത്തെ 150 എത്തിയ സമയത്ത് നമുക്ക് എൻട്രി ചാൻസ് ഉണ്ടായിരുന്നു. ആ റേഞ്ചിലൊക്കെ 150, 151. പക്ഷേ ഒന്നും കൂടി കൺഫർമേഷൻ ഞാൻ വിചാരിച്ചു ഇനിയും കുറച്ചും കൂടി താഴെ വന്നിട്ടായിരിക്കും പിന്നെ 1 മിനിറ്റിൽ പറയും. പക്ഷേ നേരെ നമ്മുടെ എൻട്രി വന്ന ഏരിയയിൽ നിന്ന് പ്രോപ്പറായിട്ട് മുകളിലേക്കാണ് പോയത്, അഗ്രസീവ് എൻട്രി വന്നിട്ട്. പക്ഷേ എൻട്രി എടുത്തില്ല. ഞാൻ വെയിറ്റ് ചെയ്തു. ഒന്ന് കൺഫർമേഷൻ എടുക്കാമെന്ന് വിചാരിച്ചാണ്. കുഴപ്പമില്ല, നോക്കട്ടെ. എൻട്രി കിട്ടുകയാണെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ വേണ്ട. താഴേക്ക് വരുന്നുണ്ട്. ഫ്യൂച്ചർ ചാർട്ടിലെ പ്രോപ്പറായിട്ടുള്ളൊരു ലിക്വിഡിറ്റി ഏരിയ അവിടെ ക്രിയേറ്റ് ആയിട്ടുള്ളൂ എന്നുള്ളതാണ് സത്യം. വെയിറ്റ് ചെയ്യാം. ഞാൻ ഏതായാലും അപ്ഡേറ്റ് ചെയ്യാം. സമയം 11:31. നമ്മുടെ ആ ഒരു ട്രേഡ് ടാർഗറ്റിലേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞില്ലായിരുന്നു. ആ സമയത്തുള്ള ട്രേഡ് അഗ്രസീവ് എൻട്രി ഒക്കെ കറക്റ്റായിട്ട് ടാർഗറ്റിലേക്ക് പോയിട്ടുണ്ട്. ഇന്ന് ഒരുപാട് കൺഫർമേഷൻ ഉണ്ടായിരുന്നു. ഇന്നത്തെ ട്രെൻഡ് ലൈന് ബ്രേക്ക് ഔട്ട് ചെയ്ത് താഴെ വന്നു. അതുപോലെ ലിക്വിഡിറ്റി ടാപ്പ് ചെയ്ത് ആ ടൈം ഫ്രെയിം 150 നമ്മൾ നോക്കി വെച്ച പ്രീമിയം ഇപ്പോൾ 23,750 204.5 ഒക്കെ ആയിട്ടുണ്ടാവും. നിയർലി 1:13 213 ആയി. അതാ പറഞ്ഞു പോകണം. 1:10 അടിച്ചില്ലേ. അറ്റ്ലീസ്റ്റ് നമുക്ക് ആ ഒരു ടാർഗറ്റ് എത്തുമ്പോൾ ഇറങ്ങിയാൽ തന്നെ 1:8 റേഞ്ചിൽ ഈസി ആയിട്ട് ഉണ്ടാവുമായിരുന്നു. 1:7-8 കിട്ടാൻ ചാൻസ് ഉണ്ടായിരുന്നു ആ ട്രേഡിൽ. പക്ഷേ മിസ്സായിപ്പോയി. കുഴപ്പമില്ല, നോക്കാം. ചാൻസ് വരികയാണ്. ഇനിയിപ്പോൾ ഡൗൺ സൈഡിലേക്കായിരിക്കും കുറച്ചും കൂടി ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം നിഫ്റ്റി ആയാലും ബാങ്ക് ആയാലും അപ്പ് സൈഡുള്ള ലിക്വിഡിറ്റി ഏരിയയിലേക്ക് മാർക്കറ്റ് വരുന്നുണ്ട്. സമയം 11:45 കഴിഞ്ഞു. നമുക്ക് ഒരു ഡൗൺ സൈഡ് എൻട്രി നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ പ്രീവിയസ് ഡേയിൽ ഓൾറെഡി ലിക്വിഡിറ്റി എടുത്തൊരു ഏരിയയാണ് അത്. 23,874 എന്ന് പറഞ്ഞത്. അതിൻ്റെ മുകളിലേക്ക് മാർക്കറ്റ് പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഞാൻ ഡൗൺ സൈഡിലേക്കാണ് ട്രേഡ് പ്ലാൻ ചെയ്യുന്നത്. നമ്മൾ 6 പോയിൻറ്റ് സ്റ്റോപ്പ് ലോസ്
തൊട്ടടുത്ത് തന്നെ ചെറിയൊരു സിംഗിളും ഉണ്ട്. അത് എത്തിക്കഴിഞ്ഞാൽ വേണമെങ്കിൽ കോസ്റ്റ് പ്രൈസിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. 32 പോയിൻറ്റ്സ് ഉള്ളൂ. നമ്മുടെ മെയിൻ ടാർഗറ്റ് വരിക 101 പോയിൻ്റ് ഉണ്ട്. ഈ ട്രേഡിലും ഈസിയായിട്ട് 1:15 റേഞ്ചിലൊക്കെ 1:15 റേഞ്ചിലൊക്കെ ടാർഗറ്റ് വരാൻ 15 അല്ലെ 20 റേഞ്ചിലൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. നമുക്ക് പ്രീമിയം 129 ഉള്ളത്. എൻട്രി ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം. കുറച്ചും കൂടി പ്രീമിയം കുറച്ചും കൂടി താഴ്ന്നു വരട്ടെ. മാർക്കറ്റ് ഒന്ന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് എൻട്രി പ്ലാൻ ചെയ്യാം. വെയിറ്റ് ചെയ്തിട്ട് എടുക്കാം. ഓക്കെ, പ്രോപ്പറായിട്ട് ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിലും ഹയർ ടൈം ഫ്രെയിമിൽ ലിക്വിഡിറ്റി ടാപ്പ് എടുത്തിട്ടുണ്ട്. നിഫ്റ്റിയിൽ ഇപ്പോൾ ഇതിന് മുമ്പേ ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ പ്രോപ്പറായിട്ട് എൻട്രി ഇപ്പോഴാണ് വരുന്നത്. വെയിറ്റ് ചെയ്യാം. നമ്മൾ രാവിലെ മാർക്ക് ചെയ്ത ഏരിയ ഒക്കെ ഓൾറെഡി കുറേ മുന്നേ ടാപ്പ് ചെയ്തിട്ടുണ്ട്. ടാപ്പ് ചെയ്തിട്ട് നമ്മൾ ഇന്ന് രാവിലെ മുകളിലേക്ക് ഒരു ട്രേഡ് നോക്കിയിട്ട് അത് മിസ്സായിട്ടാണ് ഇപ്പോൾ താഴേക്ക് മീൻസ് അത് കിട്ടിയില്ല. അത് ഞാൻ പറഞ്ഞ പോലെ നമുക്ക് എൻട്രി കിട്ടിയില്ല. പക്ഷേ ഈ ഒരു ട്രേഡിൽ എന്താ പറയുക, മാർക്കറ്റ് ഒന്ന് മുകളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ട്രേഡ് എടുക്കാം. 124 ജസ്റ്റ് എൻട്രി എടുത്തു. ഓക്കെ, 121 കിട്ടിയിട്ടുണ്ട് കേട്ടോ. പ്രീമിയം 121 കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇപ്പോൾ തന്നെ പെട്ടെന്ന് പ്രോഫിറ്റ് ആയിട്ടുണ്ട്. ഒരു സ്പൈക്ക് പോലെ. വീണ്ടും മാർക്കറ്റ് മുകളിലേക്ക് തന്നെയാണോ പോകുന്നത്? പക്ഷേ പ്രീമിയം അങ്ങനെ ഡൗൺ ആവില്ലല്ലേ? ചാൻസ് ഉണ്ട് അപ്പോൾ വരാൻ, താഴേക്ക് വരാൻ നല്ല പ്രോബബിലിറ്റി ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. വെയിറ്റ് ചെയ്യാം. ഏതായാലും നമ്മുടെ ലോജിക്ക് എന്താ വെച്ചാൽ ഹയർ ടൈം ഫ്രെയിമിൻ്റെ ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ട്. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റിയൊക്കെ ഓൾറെഡി ഒരുപാട് എടുത്ത് മുകളിലേക്ക് തന്നെ പോയിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ ഒരു എൻട്രി പോസിബിലിറ്റി തന്നിട്ടുണ്ട് അവിടെ ബാങ്ക് നിഫ്റ്റിയിൽ. പക്ഷേ മാർക്കറ്റ് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ച ഏരിയയിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും എസ്എൽ അടിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ മാർക്കറ്റ് എനിക്ക് തോന്നുന്നു താഴേക്ക് വരും എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അഥവാ അത് ടാർഗറ്റ് വന്നാൽ കഴിഞ്ഞാൽ പിന്നെ ഈ ആഴ്ച നോക്കേണ്ട ആവശ്യമില്ല. കാരണം 1:20 ഒക്കെ സുഖസുന്ദരമായിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട്. 1:20 അല്ല, 1:1 എന്താ പറയുക 10 എബോവ് ഒക്കെ എന്തായാലും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. 20 അല്ല 10 എബോവ് എന്തായാലും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം അത്യാവശ്യം 101 പോയിന്റ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് നല്ല ഫാസ്റ്റായിട്ട് വരികയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ 101 പോയിന്റ് ഉള്ളതിന് 60-70 ഒക്കെ ടാർഗറ്റ് കിട്ടാറുണ്ട് പല സമയത്തും. വളരെ സ്ലോയിൽ വരികയാണെങ്കിൽ നമുക്ക് 50 പോയിന്റ് എന്തായാലും കിട്ടാൻ ചാൻസ് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. നോക്കാം, വെയിറ്റ് ചെയ്യാം. ചെറിയ പ്രോഫിറ്റിലാണ്. 121 നമുക്ക് എൻട്രി വന്നത്. ഇപ്പോൾ 124 ആയിട്ടുണ്ട് പ്രീമിയം. വെയിറ്റ് ചെയ്യാം. ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ടോ? നമ്മൾ എൻട്രി എടുത്ത പ്രൈസ് എന്ന് പറഞ്ഞാൽ 121 115 നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ട്. ഞാൻ പ്രതീക്ഷിച്ചു താഴേക്ക് വരുന്നു. പക്ഷേ എന്താ ചെയ്യാം, നമ്മളെ പ്രതീക്ഷകളൊന്നും ശരിയായില്ല എന്നുള്ളൂ. എക്സാക്ട്ലി നമ്മൾ വിചാരിച്ചോടുന്ന് മാർക്കറ്റ് വീണ്ടും മുകളിലേക്ക് പോയിട്ട് നമ്മൾ എസ്എൽ അടിച്ചു. ഇപ്പോൾ ഓൾറെഡി ഫസ്റ്റ് ട്രേഡിൽ നമുക്ക് 2300 ലോസിലാണ്. ഇപ്പം ഇനി നോക്കാം, താഴേക്ക് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത് ചാൻസ്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ടാർഗറ്റ് വെച്ച ഏരിയയിലേക്ക് ഇനി വരണം, അല്ലെങ്കിൽ പുതിയ ലിക്വിഡിറ്റി ഏരിയ ക്രിയേറ്റ് ആവണം, എന്നാലേ നമുക്ക് ഇനി ട്രേഡ് ഉള്ളൂ. ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സമയം 11:56 ആയിട്ടുള്ളൂ. നമുക്ക് താഴേക്ക് ഒന്നും കൂടെ നോക്കാം. കാരണം ഒരു നല്ല പ്രോബബിലിറ്റി പോലെ തോന്നുന്നുണ്ട് താഴേക്ക് വരാൻ. അപ്പോൾ 1 മിനിറ്റിലൊരു പ്രൈസ് ആക്ഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് ട്രേഡ് ചെയ്യാം. താഴേക്കുള്ള എൻട്രി എടുക്കാം നമുക്കൊന്നും കൂടി. നമ്മൾ ആ എൻട്രി എടുത്ത ഏരിയ തന്നെയാണ് ഇപ്പോഴും, മീൻസ് എസ്എൽ അടിച്ച ഏരിയയിൽ നിയർലി ആ ഒരു ഏരിയ തന്നെ എസ്എൽ അടിച്ച് കറക്റ്റ് എക്സാക്ട്ലി 115 ലാണ് എസ്എൽ അടിച്ചത്. 114.80 ആ റേഞ്ചിൽ കണ്ട വരെ പോയിട്ടുള്ളൂ പ്രീമിയം. പക്ഷേ ഇപ്പോൾ പ്രീമിയം വീണ്ടും 121 നമുക്കൊരു എൻട്രി കൂടി വേണമെങ്കിൽ പ്ലാൻ ചെയ്യാം. കാരണം ഒരു 1 മിനിറ്റിലൊരു പ്രൈസ് ആക്ഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് എൻട്രി പ്ലാൻ ചെയ്യാം. ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം, നോക്കാം. നമുക്ക് ഒരു ചാൻസ് കൂടി, ഒരു ട്രൈയും കൂടി ചെയ്യാം ഒരു ഏരിയയിൽ. കാരണം നോർമലി നമ്മൾ വീണ്ടും ഞാനൊരു പ്രൈസ് ആക്ഷൻ കൂടി ഉണ്ടാക്കിയിട്ട് എടുക്കാമെന്നൊക്കെ പ്ലാൻ ചെയ്തത്. പക്ഷേ ആ ഒരു ഏരിയ കണ്ടിട്ട് ഒരു ട്രേഡും കൂടി എടുക്കാനൊരു തോന്നലുണ്ട്. അപ്പം ഒരു ചാൻസ് വരട്ടെ, ഒന്നുകൂടി മാർക്കറ്റ് ഒന്ന് മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കൺസിഡർ ചെയ്യാം ഒരു എൻട്രി. നമുക്കൊരു എൻട്രി തരാം. കുറച്ചൊന്ന് മുകളിലേക്ക് വെയിറ്റ് ചെയ്യട്ടെ, മാർക്കറ്റ് വരട്ടെ. ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സമയം 12:28. എന്ത് വരവാ വരുന്നത്? നമുക്ക് പിന്നെ 1 മിനിറ്റിൽ എൻട്രി തന്നില്ല കേട്ടോ. ഞാൻ എൻട്രി 1 മിനിറ്റിൽ എടുക്കാമെന്ന് വിചാരിച്ച് നിന്ന് എൻട്രി തരാതെ നമ്മൾ ആ ഫസ്റ്റത്തെ ട്രേഡ് ഉണ്ടല്ലോ, ഇന്നൊരു പ്രത്യേക ഡേ. ഇന്ന് ക്രിയേറ്റ് ചെയ്ത ലിക്വിഡിറ്റി അനുസരിച്ച് മാർക്കറ്റ് മുകളിലേക്ക് പോയപ്പോൾ എൻട്രി എടുത്തിട്ടുമില്ല. രണ്ടാമത്തെ എൻട്രിയാണ് എസ് എൽ കറക്റ്റ് അടിച്ചിട്ട് അതാ പറന്ന് വരും. 150 ആവാനായി പ്രീമിയം. നമ്മൾ എസ് എൽ അടിച്ചത്ര 115. ആകെ മാർക്കറ്റ് പോയത് 114 സംതിങ് വരെയാണ്. നമ്മുടെ പ്രോപ്പർ എസ് എൽ അടിച്ചിട്ടാണ് ഈ പോരുന്നത് അല്ലേ. വല്ലാത്തൊരു മുകളിലേക്ക് എൻട്രി എടുത്തിട്ടുമില്ല, താഴേക്കുള്ള എൻട്രി പൊട്ടിക്കടിച്ച് പോവുകയും ചെയ്ത്. ഇപ്പോൾ നമ്മൾ ടാർഗറ്റ് എത്തിയില്ല, ടാർഗറ്റിലേക്ക് ഇനിയും ഡിസ്റ്റൻസ് ഉണ്ട്. ഇപ്പം തന്നെ ഓൾറെഡി 50 പോയിന്റിലധികം ആയിട്ടുണ്ട് പ്രീമിയത്തിൽ. 1:10 അടുത്തായില്ലേ. എന്ത് ചെയ്യാനാ, പോയി തന്നെ ഒന്നും എടുത്തിട്ടില്ല. ലിക്വിഡിറ്റി ഇപ്പോഴും ഡൗൺ സൈഡിലുണ്ട്, താഴേക്ക് വരാൻ ചാൻസ് ഉണ്ട്. ടാർഗറ്റ് ഇപ്പോഴും അടിച്ചിട്ടില്ല.
ഇതാണ് എടുത്ത് എസ് എൽ അടിച്ച് കറക്റ്റ് എസ് എൽ അടിച്ചാൽ പോയത്. ഏതായാലും നമുക്ക് നോക്കാം. പ്രീമിയം 195 നമ്മൾ എസ് എൽ റേഞ്ച് എത്തിയിട്ടോ. നിയർലി 200 പോയിന്റ് വരെ പോയി. ടാർജറ്റ് അടിച്ചിട്ടുണ്ട്. ടാർജറ്റ് അടിച്ചു മോനെ. എസ് എൽ അടിച്ചിട്ടാണെന്നുള്ളൂ. പക്ഷേ പൊട്ടിക്ക് എസ് എൽ പൊട്ടിക്കെന്ന് വെച്ചാൽ 115 എസ് എൽ അടിച്ച് 114 സംതിങ് വരെയാണ് ഇന്ന് മാർക്കറ്റ് ലോ പോയത്. കറക്റ്റ് അവിടെ നിന്ന് നമ്മൾക്ക് ഇപ്പോൾ എൻട്രി 120 കിട്ടിയത്. 121 എനിക്ക് എൻട്രി കിട്ടിയത്. 120 ചിലപ്പോൾ എൻട്രി കിട്ടിയെങ്കിൽ അത് എസ് എൽ അടിക്കില്ലായിരുന്നു. അതാണ് ഒരു ചെറിയ ഇപ്പോഴും താഴേക്ക് അതാ മാർക്കറ്റ് വീണുകൊണ്ടിരിക്കണം. ഓൾമോസ്റ്റ് 80 പോയിന്റിൻ്റെ അടുത്തിപ്പോൾ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഏതായാലും നമുക്ക് സമയം 12:40 ഒരു കോൾ ഓപ്ഷൻ നോക്കാം. കോൾ ഓപ്ഷൻ ഏതായാലും നമ്മുടെ ഡൗൺ സൈഡ് നമ്മുടെ ടാർഗറ്റ് ഏരിയ എത്തിയതുകൊണ്ട് തന്നെ ഡൗൺ സൈഡ് ലിക്വിഡിറ്റി എടുത്തുകൊണ്ട് തന്നെ ഒരു കോൾ ഓപ്ഷൻ നോക്കാം. അത് ഒരു എൻട്രി എന്ന് പറയുകയാണെങ്കിൽ ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തിട്ട് ഒരു ഫ്യൂച്ചർ ചാർട്ടിലെ പ്രോപ്പർ ഒരു എൻട്രി വന്നിട്ടുള്ളൂ. എടുക്കണ്ടേ? ഏതായാലും എടുക്കാം. നമുക്ക് എൻട്രി കിട്ടിയത് 140 142 ചെറിയ പ്രോഫിറ്റാണ് ഇപ്പം ഉണ്ട് അല്ലേ. നമ്മുടെ ടാർഗറ്റും സ്റ്റോപ്പ് ലോസൊക്കെ നമുക്കൊന്ന് ഫിക്സ് ചെയ്യാം. എൻട്രി വന്നത് ഇവിടെ. ഈ എൻട്രിയിലും നമുക്ക് അത്യാവശ്യം നല്ല ടാർഗറ്റ് ഉണ്ട് കേട്ടോ. ഇത് ടാർഗറ്റ് അടിച്ചാൽ മതി. ഇനി ഇത് നേരത്തെ പോലെ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ഉണ്ട്. താഴെ ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ട്. അപ്പം മുകളിലേക്ക് പോകും. പക്ഷേ സ്പോട്ട് ചാർട്ടിൽ എൻട്രി കിട്ടിയിട്ടില്ല. ഈവൻ ഫ്യൂച്ചറിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൺസിഡർ ചെയ്യാം. കുഴപ്പമില്ല. നോക്കാം. ടാർജറ്റിൽ നിന്ന് നമുക്ക് തൊട്ടടുത്തുള്ളൊരു ലിക്വിഡിറ്റി ഏരിയയിൽ വെക്കാം. 121 പോയിന്റ് ഉണ്ട്. നേരത്തെ നമുക്ക് കിട്ടിയ എൻട്രിനേക്കാളും ടാർജറ്റ് ഉണ്ട് ഇപ്പോൾ ഇതിൽ പോവുകയാണെങ്കിൽ. നേരത്തെ നമുക്ക് എൻട്രി എസ് എൽ അടിച്ചിട്ടാണ് പോയിരുന്നുള്ളൂ. വല്ലാത്ത എസ് എൽ ആയിപ്പോയി. ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. നോക്കട്ടെ എന്താ അവസ്ഥ നോക്കാം. കുറച്ച് നേരം സിസ്റ്റം ഒന്ന് സ്റ്റക്കായി പോയിട്ടോ. അപ്പോൾ വീണ്ടും ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ആ ട്രേഡ് എടുത്ത് അത്യാവശ്യം ട്രേഡ് എടുത്തതിന് ശേഷം മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നുണ്ട്. പ്രോഫിറ്റിലേക്ക് വരുന്ന പോലെ തോന്നുന്നുണ്ട്. തൊട്ടടുത്തുള്ളൊരു സിംഹൈൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. പക്ഷേ നമ്മളെ ടാർജറ്റ് അത് വളരെ ചെറിയ ഇതാണ്. അത് മാർക്കറ്റ് അതിൻ്റെ മുകളിലേക്ക് പോകുകയാണെങ്കിൽ ഞാൻ അതൊരു കോസ്റ്റ് പ്രൈസിലേക്ക് വെക്കും. ഇപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് 4500 5000 റേഞ്ചിൽ പ്രോഫിറ്റ് ഉണ്ട്. ഇൻ കേസ് മാർക്കറ്റ് അതിൻ്റെ മുകളിലേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് കോസ്റ്റ് പ്രൈസിലേക്ക് വെക്കാം. നമ്മുടെ വലിയ ടാർജറ്റാണ് 120 പോയിന്റ് റേഞ്ചിൽ ടാർജറ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഹൈ എടുത്താൽ മാത്രമേ കോസ്റ്റ് വെക്കുള്ളൂ. ഇനി ഹൈ എടുക്കാതെ താഴേക്ക് വന്നാൽ നമുക്ക് ഇന്നത്തെ രണ്ടാമത്തെ ട്രേഡും എസ് എൽ അടിച്ചിട്ട് ഇന്നത്തെ പരിപാടി നിർത്താം. 2 എസ് എൽ അടിച്ചാൽ നിർത്താം. അതാണ് നല്ലത്. അല്ലെങ്കിൽ നമുക്ക് ആ ഹൈ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ വരെ ടാർജറ്റിന് വെയിറ്റ് ചെയ്യുക. സ്റ്റോപ്പ് ലോസ് കോസ്റ്റ് പ്രൈസിൽ കൊടുത്തിട്ട്. അതാണ് ഇപ്പോഴത്തെ ട്രേഡ് പ്ലാൻ എന്ന് പറഞ്ഞാൽ. 12:44 ആയിട്ടുണ്ട്. നമ്മുടെ ട്രേഡ് റണ്ണിങ് ആണ്. പ്രോഫിറ്റിലാണ്. നോക്കാം. വെയിറ്റ് ചെയ്യാം. ഏതായാലും നമുക്ക് പിന്നെ ഒരു എസ് എല്ലിൽ നിൽക്കുകയാണ്. ഇപ്പോൾ ഒരു ട്രേഡിൽ 2300 അടുത്ത് ലോസാണ്. മറ്റേ ട്രേഡ് ഇപ്പോൾ ഓൾറെഡി 4500 പ്രോഫിറ്റിലാണ്. ഏതായാലും വെയിറ്റ് ആൻഡ് വാച്ച്. ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ. എസ് എൽ അല്ല, കോസ്റ്റ് പ്രൈസിൽ നമുക്ക് എസ് എൽ അടിച്ചിട്ടുണ്ട്. ട്രailing അടിച്ചിട്ടുണ്ട്. സമയം 1 മണിയായി. നമ്മൾ അതിനുശേഷം സ്പോട്ട് പ്രൈസിലും കറക്റ്റ് എൻട്രി വന്നിരുന്നു. പക്ഷേ എസ് എൽ നമുക്ക് അടിച്ചു പോയി. കാരണം നമ്മൾ ഓൾറെഡി 7000 സംതിങ് വരെയൊക്കെ പ്രോഫിറ്റ് കാണിച്ചതാണ്. പക്ഷേ അതിനുശേഷം എസ് എൽ അടിച്ചു. 20 മിനിറ്റ് കൊണ്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ് അടിച്ചു പോയി ട്രേഡിൽ. കുഴപ്പമില്ല. ഏതായാലും ഫസ്റ്റത്തെ ട്രേഡ് എസ് എൽ, രണ്ടാമത്തെ കോസ്റ്റ് പ്രൈസ്. ഇനി നല്ല ചാൻസ് വന്നിട്ടേ ഞാൻ എടുക്കുന്നുള്ളൂ. ഞാൻ ഏതായാലും അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ. സമയം 4:15 അതിൻ്റെ ഇടയിൽ ഞാൻ റെക്കോർഡിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് കിട്ടിയിട്ടില്ല. അതിനുശേഷം പിന്നെ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ട്രേഡല്ല. അതിനുശേഷം കോൾ ഓപ്ഷൻ ഒന്ന് ആ ഏരിയയിൽ തന്നെ എടുത്ത് അപ്പോൾ തന്നെ എക്സിറ്റ് ചെയ്തതാണ്. പിന്നെ 23,700 അതായത് ഡൗൺ സൈഡ് ലിക്വിഡിറ്റി പ്രീവിയസ് ഡേ തന്നെ നമുക്ക് ഒരു വലിയൊരു ലിക്വിഡിറ്റി ഏരിയ ആയതുകൊണ്ട് ഞാൻ അപ്പ് സൈഡിലേക്ക് ഒരു ട്രേഡ് പ്ലാൻ ചെയ്ത് പറഞ്ഞാൽ ഫ്യൂച്ചർ ചാർട്ടിൽ നോക്കുന്ന സമയത്ത് ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആയ സമയത്ത് ഞാൻ എൻട്രി എടുത്തത്. അതിന് ഈ ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്ത് 1-2 ഏരിയ എന്നൊക്കെ എൻട്രി തന്നിരുന്നു. പക്ഷേ ഫ്യൂച്ചർ ചാർട്ടിൽ കുറച്ചും കൂടി ഒരു കൺഫർമേഷൻ വന്ന ഈ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഏരിയ ഒക്കെ കഴിഞ്ഞതിന് ശേഷം നല്ല എൻട്രി വന്നത്. എൻട്രി എന്ന് വെച്ചാൽ ഞാൻ അതും വലിയൊരു ടാർഗറ്റാണ് വെച്ചത്. ശരിക്കും ആ എൻട്രി വന്നത് 2:37 ആ എൻട്രിയിൽ നോർമലി തൊട്ടടുത്തൊരു സിംഗ് ഹൈ ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ഒരു സിംഗ് ഹൈ ഉണ്ടായിരുന്നു. അറ്റ്ലീസ്റ്റ് ഇവിടെ ഒരു സിംഗ് ഹൈ ഉണ്ടായിരുന്നു. എക്സാക്ട്ലി ഈ ഒരു സിംഗ് ഹൈ ടാപ്പ് ചെയ്തിട്ട് മാർക്കറ്റ് താഴെ വന്നത്. പക്ഷേ ഞാൻ കുറച്ച് കൂടി വലിയൊരു ടാർഗറ്റാണ് വെച്ചിരുന്നത് ആ ഒരു ട്രേഡ്. എല്ലാ ട്രേഡിനും ഇപ്പോൾ വലിയ ടാർഗറ്റ് അടിക്കണമില്ല. അടിച്ച ട്രേഡാണെങ്കിൽ എസ് എൽ അടിച്ചിട്ടാണ് പോയതെന്നാണ്.
നേരെ മറിച്ച് നമ്മൾ പ്രതീക്ഷിച്ച ട്രേഡ് മുകളിലേക്ക് പോകുന്ന ട്രേഡിലാണെങ്കിൽ മാക്സിമം കിട്ടിയിട്ടില്ല, എൻട്രി എടുത്ത് നന്നായിട്ട് വർക്ക് ചെയ്തിരുന്നു. എൻട്രി കിട്ടാതെ SL അടിച്ച് പോയതാണ് നന്നായിട്ട് പോകുന്നത് ഇന്ന്. പക്ഷേ ഇന്ന് ഗ്രൂപ്പിലൊക്കെ നിഫ്റ്റിയിൽ നമ്മുടെ ഫസ്റ്റ് മാർക്ക് ചെയ്ത ട്രേഡ് അപ്പ് സൈഡിലേക്കുള്ള ട്രേഡ് ടാർഗറ്റ് അടിച്ച ആളുകളുണ്ട്, ഡൗൺ സൈഡിലേക്കുള്ള ടാർഗറ്റ് അടിച്ച ആളുകളുണ്ട്. അതാ രസം. ഞാൻ അതാ പറഞ്ഞു, മാർക്കറ്റിൽ നമുക്ക് ലിക്വിഡിറ്റി ഏരിയ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ളൊരു സ്കില്ല് ഉണ്ടായാൽ മതി. ചിലപ്പോൾ പ്രശ്നം ഇവിടെ ചില സമയത്ത് നമ്മൾ എൻട്രി എടുക്കുന്ന സമയത്ത് ഒരു പോയിന്റ് അങ്ങോട്ടോ മാറി, അല്ലെങ്കിൽ എൻട്രി ഇപ്പോൾ ചില സമയത്ത് നമ്മൾ കൺഫർമേഷൻ എടുത്തിട്ട് എൻട്രി എടുക്കാമെന്ന് വിചാരിക്കുമ്പോൾ ചിലപ്പോൾ അതൊന്ന് ടാർഗറ്റ് പോകും. അങ്ങനെ മാർക്കറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചില ചേഞ്ചസ് വരാം. പക്ഷേ ഏതിലാണോ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത് ആ ഒരു എൻട്രി സെറ്റപ്പിൽ ഫോളോ. ഞാൻ അഗ്രസീവ് എൻട്രി ഇപ്പോൾ കുറവാണ് ചെയ്യുക, കുറച്ചും കൂടി ഒന്ന് കൺഫർമേഷൻ എടുത്തിട്ടാണ് പലപ്പോഴും ചെയ്യുക. പക്ഷേ ചില സമയത്ത് അഗ്രസീവ് എൻട്രി നന്നായിട്ട് മൂവ് ചെയ്യും, നമുക്ക് ആ സമയത്ത് എൻട്രി മിസ്സാവും. ചിലപ്പോൾ നമ്മുടെ SL ടിപ്പിന് അടിച്ച് പോകും. ചില ആളുകളുടെ എൻട്രി അത് രസമല്ല, ഞാൻ എടുത്ത അതേ ഏരിയ തന്നെ എൻട്രി എടുത്ത ആളുകൾക്ക് SL അടിക്കാതെ ടാർഗറ്റ് അടിച്ച ആളുകളുണ്ട്. ആ ഒരു ഏരിയ തന്നെ എനിക്ക് 121 കിട്ടിയെന്ന് ഞാൻ പറഞ്ഞപ്പോൾ 119, ചിലപ്പോൾ അവർ കുറച്ചൊന്നും കൂടി വെയിറ്റ് ചെയ്തിട്ടായിരിക്കാം ട്രേഡ് എടുത്ത് അറിയില്ല. പക്ഷേ അത് നല്ല ടാർഗറ്റ് കിട്ടി. 1:2 എന്താ പറയുക, നിയർലി 98 പോയിൻ്റൊക്കെ ക്യാപ്ചർ ചെയ്തു എന്ന് പറഞ്ഞു. വളരെ വലിയ ടാർഗറ്റ്. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഡേ ആണ്. ചിലപ്പോൾ മാക്സിമം കിട്ടുന്ന ദിവസങ്ങളുണ്ടാവും. പക്ഷേ കുഴപ്പമില്ല. ഈ ട്രേഡിൽ തന്നെ അറ്റ്ലീസ്റ്റ് ഈ ഒരു സിംഗ് ഹൈ ഇറങ്ങിയാൽ തന്നെ എനിക്ക് പക്ഷേ 20 പോയിൻറ്റ്സൊക്കെ ക്യാപ്ചർ ചെയ്യാമായിരുന്നു, 20 പോയിൻറ്റ്സ്. പക്ഷേ 30 പോയിൻറ്റ്സ് ഒന്നും വന്നിട്ടില്ല കേട്ടോ. 1:5 ഈവൻ 63 പോയിൻറ്റ്സ് ഉണ്ട് ഇവിടുന്ന്. പക്ഷേ എനിക്ക് അവിടുന്ന് ഒരു 1:5 റേഞ്ചിലൊന്നും ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടില്ല ഈ ഒരു ട്രേഡിൽ. 23,700 കോൾ ഓപ്ഷനാണ് എടുത്തിരുന്നത്. സ്ലൈറ്റ്ലി ഔട്ട് ഓഫ് ദ മണി എടുത്തുകൊണ്ടായിരിക്കാം അത്. ഇൻ ദ മണി എടുത്തിരുന്നെങ്കിൽ അറ്റ് ദ മണി എടുത്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമുണ്ടാവില്ലായിരുന്നു. ആ ഒരു ട്രേഡ് നല്ല മൂവ്മെൻറ്റും കിട്ടി. പക്ഷേ ഞാൻ വേഗം എന്ത് പണിയത്, മാർക്കറ്റ് ആ സമയമായപ്പോൾ സമയം 3 മണിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എക്സിറ്റ് ചെയ്യണത് 3:05 ഉള്ളിൽ ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നത്. പക്ഷേ മാർക്കറ്റ് താഴേക്ക് വരുമ്പോൾ ഞാൻ വേഗം ട്രെയിൽ ചെയ്ത് കൊടുത്തതാണ്. എനിക്ക് തോന്നി മാർക്കറ്റ് അപ്സൈഡ് ഒരു ലിക്വിഡിറ്റി ഇവിടെ നിഫ്റ്റിയിലൊരു ലിക്വിഡിറ്റി ഏരിയ ഇല്ലെങ്കിലും ഫ്യൂച്ചർ ചാർട്ടിൽ പ്രോപ്പറായിട്ടുള്ളൊരു 5 മിനിറ്റ്സ് ലിക്വിഡിറ്റി ഏരിയ ഉണ്ട്. കറക്റ്റ് അവിടെ ടാപ്പ് ചെയ്തിട്ടാണ് മാർക്കറ്റ് പറന്ന് താഴേക്ക് വന്നത്. അപ്പോൾ അത് ടാപ്പ് ചെയ്തപ്പോൾ എനിക്ക് അത്യാവശ്യം പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ അവിടെ ഇറങ്ങാതെ ചിലപ്പോൾ മാർക്കറ്റ് ഇനി മുകളിലേക്ക് പോയാലോ എന്ന് വിചാരിച്ച് ഈ ഒറ്റ റെഡ് ക്യാൻഡിൽ വന്നപ്പോഴേക്കും ഞാൻ വേഗം എക്സിറ്റ് ചെയ്ത സംഭവം. അതാണ് സംഭവിച്ചത്. എന്നാലും കുഴപ്പമില്ല, 3,000 സംതിങ് അതിൽ പ്രോഫിറ്റ് ഉണ്ട്. ഓവറോൾ 900 റേഞ്ചിൽ പ്രോഫിറ്റാണെന്ന്. വലിയ ടാർഗറ്റ് മിസ്സായതാണ്. കുഴപ്പമില്ല, നാളെ അവസരങ്ങളുണ്ടാവും, നമുക്ക് നോക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.